Hey guys, welcome back to my YouTube channel. Yes, I am here. ആക്ച്വലി എനിക്കറിയാം കുറച്ച് ഗ്യാപ്പായി ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ പഠിച്ചിട്ട് കുറേ ഗ്യാപ്പായി പഠിക്കാനിരുന്നിട്ട് അത് തന്നെയാണ് കാര്യം. യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റീനൽ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ആക്ച്വലി എനിക്കൊരു ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് ഈ ഫങ്ഷൻ ടെസ്റ്റ്. കാരണം പഠിച്ചാൽ നമുക്ക് തിയറി പരീക്ഷയ്ക്ക് മാർക്ക് ഉറപ്പാണ്. ഓക്കെ, റീനൽ ഫങ്ഷൻ ടെസ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് റീനൽ, എന്താണ് ഫങ്ഷൻ, എന്താണ് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്? റീനൽ മീൻസ് എന്താ? നമ്മുടെ കിഡ്നി അല്ലേ? അതിൻ്റെ ഫങ്ഷൻ എന്താ നമുക്കറിയാം. വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള വേസ്റ്റ് പ്രോഡക്റ്റിനെ റിമൂവ് ചെയ്യുക, അഥവാ എക്സ്ക്രീഷൻ ആണ്. അത് മാത്രമാണോ? ഫിൽട്രേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, അതുപോലെ സെക്രീഷനും ഉണ്ട്. ചില ഹോർമോണൊക്കെ സെക്രേറ്റ് ചെയ്യും, നമുക്കറിയാം അല്ലേ? യെസ്. അപ്പം ഈ പറഞ്ഞ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളുടെ ഈ പറഞ്ഞ പരിപാടികളൊക്കെ തകരാറിലാവും. അതായത് ഈ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ എങ്ങനെ പോയാലും നമുക്ക് പണിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഡിഫറെൻറ്റ് ടെസ്റ്റ് യൂസ് ടു അസസ് ദ റീനൽ ഫംഗ്ഷൻ ഇൻക്ലൂഡ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ബയോകെമിക്കൽ ടെസ്റ്റിന് ഏതൊക്കെ സാമ്പിളിലാണ്? ബ്ലഡ്, യൂറിൻ അനാലിസിസ്, അതുപോലെ കോൺസെൻട്രേഷൻ ഡയലൂഷൻ ടെസ്റ്റസ് വരും, ക്ലിയറൻസ് ടെസ്റ്റും വരും. ഓക്കെ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ്, അതായത് ഇതിനൊരു ഡെഫിനിഷൻ പോലെ ഇങ്ങനെ പറയുന്നുണ്ട്, എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ടു ഇവാലുവേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് കിഡ്നി. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്തായിരിക്കും? അപ്പോൾ അന്നേരം നമ്മൾ പറയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ് എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ടു ഇവാലുവേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ എന്ന് പറയും. സോ ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ എഴുതാനും ക്ലിയറൻസ് ടെസ്റ്റിൻ്റെ ആണെങ്കിലും ഡെഫിനിഷനൊക്കെ എഴുതാൻ നല്ല രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് ഉപകാരമാണ്. ഈസി ആയിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്ത് മാർക്ക് കിട്ടും. എവിടെ? ഞാൻ ഡിഗ്രിക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ പഠിക്കുന്നവരുടെ തിയറി പരീക്ഷയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. സോ വൈ ഐ ലൈക്ക് ദിസ് പോർഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ആക്ച്വലി നമ്മൾക്ക് പി എസ് സിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്ത് മതി? MCQ മോഡൽ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ വരുന്ന ആ ഒരു പോയിന്റ് പറഞ്ഞു പോയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ? പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാം, നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏതൊക്കെയാണ് ഈ ഫംഗ്ഷൻ ഓഫ് കിഡ്നി, ആ ഒരു ഫംഗ്ഷൻ ടെസ്റ്റ് ഏതൊക്കെയാണ് വരുന്നത്? വിച്ച് ഇൻക്ലൂഡ് സെറം ഫംഗ്ഷൻ ടെസ്റ്റ് അല്ല, ഈ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കുന്നത് അതാണ് പറഞ്ഞു വരുന്നത്. സെറം ക്രിയാറ്റിനിൻ, ബ്ലഡ് യൂറിയ, സെറം യൂറിക് ആസിഡ്, സെറം ഇലക്ട്രോലൈറ്റ് സച്ച് ആസ് സോഡിയം, പൊട്ടാസ്യം, ടോട്ടൽ പ്രോട്ടീൻ ആൻഡ് ആൽബുമിൻ. അപ്പം നമുക്ക് പി എസ് സിക്ക് എന്താ വേണ്ടത്? ആ ഡെഫിനിഷൻ എഴുതുന്നതാണോ വേണ്ടത്? അല്ല, ഈ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, എന്തൊക്കെ പാരാമീറ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത്, അത് പഠിച്ചു വെക്കണം. കാരണം ചോദിക്കും, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് RFT റീനൽ ഫംഗ്ഷൻ ടെസ്റ്റിൽ വരാത്തത്? അപ്പം നമുക്ക് അറിയണം ഏതൊക്കെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ടെസ്റ്റിൽ നോക്കുന്നത്. യൂറിയ, ക്രിയാറ്റിനിൻ, പിന്നെ യൂറിക് ആസിഡ്, സോഡിയം, പൊട്ടാസ്യം ആൻഡ് പ്രോട്ടീൻ, ടോട്ടൽ പ്രോട്ടീനും ആൽബുമിനും. ഇത്രയും കാര്യങ്ങൾ ടെസ്റ്റ് നമ്മുടെ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ. ദെൻ എന്താണ് NPN സബ്സ്റ്റൻസ് അഥവാ നോൺ പ്രോട്ടീൻ നൈട്രോജൻ അഥവാ നൈട്രോജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ് പ്രസൻറ്റ് ഇൻ ദ ബ്ലഡ് ആണ് നമ്മൾ നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ. ക്രിയാറ്റിനും വെവ്വേറെയാണ്. ക്രിയാറ്റിൻ ഒരു എനർജി തരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ക്രിയാറ്റിനിൻ. അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സെറം യൂറിയ അല്ലെങ്കിൽ ക്രിയാറ്റിൻ നമുക്കറിയാം അല്ലേ? നമ്മുടെ വീട്ടിലെന്നല്ല, നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലുമൊക്കെ ഞാൻ യൂറിയയും ക്രിയാറ്റിനും ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ ക്രിയാറ്റിൻ അല്ല നോക്കുന്നത്, ക്രിയാറ്റിനിൻ ആണ്, NINE ആണ്, അത് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ NPN സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയും. അതിൽ തന്നെ 50% വരുന്നത് യൂറിയ ആണ്. എന്ന് വെച്ചാൽ നൈട്രോജൻ കണ്ടെയ്നിങ് പ്രോഡക്ട്സ് ഇൻ ദ ബ്ലഡ് ആണ് ഈ NPN സബ്സ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. നൈട്രോജൻ പ്രസൻ്റ് ആയിട്ടുള്ളത് അതിൽ 50% മെയിനായിട്ട് ബോഡിയിലുള്ളത് ആര് തന്നെയാണ്? യൂറിയയാണ്. അപ്പോൾ എന്താണ് യൂറിയ? ഓക്കെ, യൂറിയ എന്ന് പറയുന്നത് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം. ഒരു 10,000 വട്ടമെങ്കിലും ചോദിച്ചൊരു ചോദ്യമാണത്. വാട്ട് ഈസ് എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം? അതുകൊണ്ട് ഇനിയും ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചോദിക്കാതിരിക്കാനും ചോദിക്കത്തില്ല എന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. എന്തായാലും കാണാതെ പഠിച്ചു വെച്ചേക്കുക. എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം ആരാണ്? യൂറിയ തന്നെയാണ്. ഓക്കെ, ആവറേജ് നോർമൽ യൂറിയ കോൺസെൻട്രേഷൻ അതും ഇമ്പോർട്ടൻ്റ് ആണ്. 15 to 40 mg/dL ആണ്, 15 മുതൽ 40 വരെ. ഇനി ഇൻക്രീസ്ഡ് ലെവൽ എവിടെയൊക്കെ വരാം? നമുക്കറിയാം റീനൽ ഫെയിലിയർ വരാം, യൂറിനറി ഒബ്സ്ട്രക്ഷൻ വരാം, പക്ഷേ അതുപോലെ ഷോക്ക്, അതുപോലെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ, ബേൺസ്, ഈ കണ്ടീഷനിലും യൂറിയ ബ്ലഡിൽ കൂടാം. ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്നാൽ യൂറിയ കൂടാം കേട്ടോ. യൂറിയ കുറയുന്ന കണ്ടീഷനാണ് ലിവർ ഫെയിലിയറും പ്രഗ്നൻസിയും. ഓർത്തിരിക്കുക, 2 സിമ്പിൾ കണ്ടീഷൻ, ലിവർ ഫെയിലിയർ, പ്രഗ്നൻസി. യൂറിയ ഇച്ചിരി കുറഞ്ഞെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. യെസ്. ഇനി ഡിഫറെൻറ്റ് മെത്തേഡ് ഏതൊക്കെയാണ്? DAM-TSC മെത്തേഡ് എന്ന് പറയും. ഏതൊക്കെയാണ്? ഡയസ്റ്റൈൽ മോണോക്സൈഡ് മെത്തേഡ് ഉണ്ട്, പിന്നെ എൻസൈമാറ്റിക് മെത്തേഡ് യൂസിങ് യൂറിയേസ്, ബർത്തലോട്ട് മെത്തേഡ് എക്സെട്ര. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ബർത്തലോട്ട് ഈ ബർത്തലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ചോദിച്ചിട്ടുണ്ട് ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന്. ബർത്തലോട്ട് ഏതാണ്? യൂറിയ റിലേറ്റഡ് മെത്തേഡാണ് കേട്ടോ, ഓർത്തിരിക്കണേ, ചോദിക്കാറുണ്ട്.
ദെൻ വാട്ട് ഈസ് ക്രിയാറ്റിനിൻ? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ക്രിയാറ്റിൻ അത് എനർജി തരുന്നതാണെങ്കിൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. അപ്പം ഈ ക്രിയാറ്റിനിൻ്റെ എക്സ്ക്രീഷനും അതും എന്താണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനാണ്. അപ്പം ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് റീനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നോർമലി പ്രസൻറ്റ് ഇൻ ബ്ലഡ് ഇൻ ട്രേസ് എമൗണ്ട്, അതായത് റീനൽ ഫംഗ്ഷൻ്റെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെറിയ അളവിലാണ് എന്ത് വരുന്നത്, ക്രിയാറ്റിനിൻ പുറത്തേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേസ് എമൗണ്ടിൽ നമ്മുടെ ബ്ലഡിൽ കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രിയാറ്റിനിൻ. അതുപോലെ ഈ ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എന്താ പറയുക ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം ആണ്. ഓക്കെ, നമ്മുടെ മസിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് അളവിലാണ് മസിലിലൊക്കെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്, ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രിയാറ്റിൻ്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ എത്രത്തോളം എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഏജും സെക്സും ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഡോക്ടർമാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. ബോഡി സർഫസ് ഏരിയ ഒക്കെ ഇതിൻ്റെ കാൽക്കുലേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഈ ടെക്സ്റ്റിലുള്ളതങ്ങ് പറഞ്ഞു പോകാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു റിലയബിൾ ഇൻഡിക്കേറ്റർ ഓഫ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ആണ്, ക്രിയാറ്റിനിൻ്റെ എസ്റ്റിമേഷൻ ആണ്. നോർമൽ ക്രിയാറ്റിനിൻ റേഞ്ച് 0.6 to 1.2, 6-12, അപ്പുറം ഇപ്പുറം ഒരു പോയിൻ്റ് ഉണ്ടെന്നേ ഉള്ളൂ. 0.6 to 1.2 mg/dL ആണ്. ഓർത്തിരിക്കണം, മാറിപ്പോവരുത് കേട്ടോ. യൂറിയൻ്റെ കോൺസെൻട്രേഷൻ 15-40 ആയിരുന്നെങ്കിൽ ഇത് കുറവാണ്. ഓക്കെ, 0.6 to 1.2 mg/dL ആണ്. Creatinine concentration is remarkably constant and it is the measure of glomerular filtration. ഓർക്കണേ, അത് ചോദിക്കാറുണ്ട്. അപ്പം എന്താ പറഞ്ഞത്, ക്രിയാറ്റിനിൻ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ എസ്റ്റിമേഷൻ അല്ലെ ഒരു മെഷർ എന്ന് പറയുന്നത് ഇത് എന്തിൻ്റെ മെഷർമെൻ്റ് ആണ്, മെഷർമെൻ്റ് അല്ല, മെഷർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ ക്രിയാറ്റിനിൻ്റെ ഒരു എന്താ പറയുക അളവിനെ നമ്മൾ നോക്കുന്നത്. യെസ്, മെത്തേഡ് ഓഫ് സെറം ക്രിയാറ്റിനിൻ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ജാഫ്സ് പിക്രിക് ആസിഡ് മെത്തേഡ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഓക്കെ, ഓർത്തിരിക്കുക, മെത്തേഡും ഓർത്തിരിക്കുക. ചോദിക്കാറുണ്ട്. ജാഫ്സ് പിക്രിക് ആസിഡ് മെത്തേഡ് എന്തിനു വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷൻ ആണ്? ക്രിയാറ്റിനിന് വേണ്ടിയിട്ടുള്ള എസ്റ്റിമേഷൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ആൾ യൂറിക് ആസിഡ് ആണ്, ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം. ഈയിടെ ഞാൻ പറഞ്ഞില്ലേ എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്രോട്ടീൻ മെറ്റബോളിസം കുറേയായി ചോദിക്കുന്നു. ഈയിടെ കണ്ടുവരുന്ന ട്രെൻഡാണ് എന്ത്, എൻഡ് പ്രോഡക്റ്റ് ഓഫ് പ്യൂരിൻ മെറ്റബോളിസം. ഓക്കെ, എന്താണ് പ്യൂരിൻ മെറ്റബോളിസത്തിൻ്റെ എൻഡ് പ്രോഡക്റ്റ്? യൂറിക് ആസിഡ് ആണ്. നോർമൽ റേഞ്ച് 2.5 to 6.0, അതായത് 2.5 മുതൽ 6 mg/dL വരെ. നോർമൽ റേഞ്ച് ഓഫ് യൂറിക് ആസിഡ് ഇൻ മെയിൽ, അതായത് ഫീമെയിലിലാണ് ആ ഒരു കുറവ് 2.5 to 6, മെയിലിലാകുമ്പോൾ 3.4 to 7, കുറച്ചൊന്ന് കൂടും. 2.5 എന്നുള്ളത് 3.5 ആയി, 3.4 ആയി, 6 എന്നുള്ളത് 7 ആയി. ഓർത്തിരിക്കുക, ഫീമെയിൽ ഇച്ചിരി കുറവാണ്, മെയിൽ ഇച്ചിരി കൂടുതലാണ്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. Okay, concentration of uric acid is increased in various renal disease with increased cell lysis in the presence of tumor, leukemia, etc. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ യൂറിക് ആസിഡ് കൂടും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ prolonged elevation of the concentration of uric acid leads to gout. അതാണ് നമുക്ക് വേണ്ട പോയിന്റ്. ഗൗട്ട് ഉണ്ടാക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗം ഏത് ചോദ്യമാണ്. ഗൗട്ടാണ് അതിൻ്റെ ആൻസർ. Then specified method for serum uric acid estimation എന്ന് പറയുന്നത് യൂറിക്കേസ് മെത്തേഡ് ആണ്. ഓക്കെ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം യൂറിക്കേസ് മെത്തേഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യൂറിക് ആസിഡ് എസ്റ്റിമേഷൻ ആണ്. ഓക്കെ, എന്താണ് ഇനി ക്ലിയറൻസ് ടെസ്റ്റ്? The test used to express the rate of excretion of a given substance by the kidney. അതായത് എത്രത്തോളം യൂറിയ കിഡ്നി എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആ ഒരു റേറ്റ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് കിഡ്നി, അത് ഒരു സബ്സ്റ്റൻസിനെ വെച്ച് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ക്ലിയറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഗ്ലോമറുലാർ ഫങ്ഷൻ. ഊഹിക്കാവല്ലോ. ഓക്കെ, ഇനി എന്താണ് ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്? ദ വോളിയം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ. അതിൻ്റെ ഡെഫിനിഷൻ ആയതൊന്നും നമുക്ക് വേണ്ട, എന്നാലും ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കത്തില്ലെങ്കിലും ഇനി ഡെഫിനിഷൻ തന്നിട്ട് എന്തുവാന്ന് ചോദിച്ചാലോ, അതുകൊണ്ട് നോക്കിയിരിക്കുക. ദ വോളിയം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയ്ൻസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ യൂറിൻ ഇൻ 1 minute. 1 മിനിറ്റിൽ യൂറിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ്, അത് യൂറിയ ആണെങ്കിൽ യൂറിയ ക്ലിയറൻസ് എന്ന് പറയും, ക്രിയാറ്റിൻ ആണെങ്കിൽ ക്രിയാറ്റിൻ ക്ലിയറൻസ് എന്ന് പറയും. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനിഷൻ സെയിം ആണ്. ദ വോളിയം ഓഫ് ബ്ലഡ് ഓർ പ്ലാസ്മ വിച്ച് കണ്ടെയ്ൻസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസിന് വരെ നമ്മൾ എമൗണ്ട് ഓഫ് യൂറിയ എന്നോ ക്രിയാറ്റിൻ എന്നോ എന്തെങ്കിലും കൊടുക്കും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ യൂറിൻ ഇൻ 1 minute പെർ മിനിറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത് ക്ലിയറൻസ് ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറയും. യൂറിയ ആൻഡ് ക്രിയാറ്റിനിൻ ക്ലിയറൻസ് ടെസ്റ്റ് ആർ കോമൺലി എംപ്ലോയിഡ്. ഓക്കെ അല്ലേ? അടുത്ത സാധനമാണ് ഡിറ്റർമിനേഷൻ ഓഫ് സിസ്റ്റാറ്റിൻ സി ഈസ് എ നോവൽ മാർക്കർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. അപ്പോൾ ഒരു നോവൽ മാർക്കർ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? സിസ്റ്റാറ്റിൻ സിയുടെ എന്താണ്
ഡിറ്റർമിനേഷൻ ആണ്. ഓക്കെ, എന്താണ് അപ്പോൾ ഈ പറഞ്ഞ സിസ്റ്റാറ്റിൻ സി എന്തുവാടെ? എ ലോ മോളിക്കുലാർ വെയിറ്റ് പ്രോട്ടീൻ ആണ്, സിന്തസൈസ്ഡ് ബൈ ഓൾ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഫിൽറ്റേർഡ് അറ്റ് ദ ഗ്ലോമറുലസ്. ഗ്ലോമറുലസിൽ ഫിൽറ്റർ ചെയ്യുന്ന എല്ലാ ന്യൂക്ലിയേറ്റഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചെറിയ പ്രോട്ടീൻ ആണ് ഈ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, എ സുപ്പീരിയർ മാർക്കർ ഫോർ ഡിറ്റർമൈനിങ് GFR, അതായത് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതിലുള്ള ഒരു സുപ്പീരിയർ മാർക്കർ ഏതാണെന്ന് ചോദിച്ചാൽ സിസ്റ്റാറ്റിൻ സി എന്ന് പറയാം. സിസ്റ്റാറ്റിൻ സി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഏത് മെത്തേഡാണ്? ഫ്ലൂറസെൻ്റ് ആൻഡ് എൻസൈമാറ്റിക് ഇമ്മ്യൂണോ അസേസ് ഓർ നെഫലോമെട്രിക് അസേസ്. ഓർത്തിരിക്കുക, ഇതൊന്നും വലിയ അങ്ങനെ എടുത്ത് ചോദിക്കുകയൊന്നുമില്ല. ഓക്കെ, ദ റെഫറൻസ് റേഞ്ച് ഓഫ് സിസ്റ്റാറ്റിൻ സി 0.8 to 1.03 mg/dL ആണ്. അതും ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? 0.8 to 1.03 mg/L ആണ് അല്ലേ? ലിറ്റർ ആണ്. 0.8 to 1.03 mg/L ആണ്. ഞാൻ പറഞ്ഞില്ലേ, മൈന്യൂട്ട് എമൗണ്ട് ആണ് ഈ സാധനം ഉള്ളത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? നോവൽ മാർക്കർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. എന്തായിരുന്നു നോവൽ മാർക്കർ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ? സിസ്റ്റാറ്റിൻ സി. അതുപോലെ തന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഇനുലിൻ ക്ലിയറൻസ് ടെസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, യൂറിയ ക്ലിയറൻസ് ടെസ്റ്റ് ഉണ്ട്, ക്രിയാറ്റിൻ ഉണ്ട്. അതിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റൻസ് ആണെന്ന് വെച്ചാൽ ഇനുലിൻ ആണ്. ഇനുലിൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് ഇവിടെയൊന്നും ഈ ടെക്സ്റ്റിലില്ല, വേണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് അടുത്തത് എ യൂറിൻ ആൽബുമിൻ കോൺസെൻട്രേഷൻ. നമ്മൾ പറഞ്ഞില്ലേ ടോട്ടൽ പ്രോട്ടീനും ആൽബുമിനും ഒക്കെ നോക്കുന്നത്, അത് ഓർത്തിരിക്കുക. 30 to 300 mg/24 hour സാമ്പിൾ ആയിരിക്കും എന്തെന്ന് പറയുന്നത് യൂറിൻ ആൽബുമിൻ കോൺസെൻട്രേഷൻ റേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈക്രോ ആൽബുമിനേറിയ ആണ്. അതായത് യൂറിൻ ആൽബുമിൻ കോൺസെൻട്രേഷൻ റേഞ്ചിങ് 30 to 300 mg/24 hour ആണെങ്കിൽ നമ്മളവിടെ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയും. മനസ്സിലായോ? ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ അല്ല പറഞ്ഞത്, യൂറിൻ മൈക്രോ ആൽബുമിനൂറിയ ആണെന്ന് പറയാനുള്ള ഒരു കണ്ടീഷനാണ് 24 hour യൂറിനിൽ എന്താണ് നമ്മുടെ ആൽബുമിൻ്റെ കോൺസെൻട്രേഷൻ റേഞ്ചിങ് ബിറ്റ്വീൻ 30 and 300. ഡിറ്റക്ഷൻ ഓഫ് യൂറിൻ മൈക്രോ ആൽബുമിൻ ഈസ് കൺസിഡേർഡ് ആസ് എ റിലയബിൾ മാർക്കർ ഫോർ പ്രഡിക്ഷൻ ഓഫ് ലേറ്റർ ഡെവലപ്മെൻറ്റ് ഓഫ് കിഡ്നി ഡിസീസ് ഇൻ ഡയബറ്റീസ്. ഓക്കെ, പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാനുള്ള ഒരു എന്താ പറയുക മെത്തേഡാണ് ഇതിൻ്റെ ഈ ഒരു മൈക്രോ ആൽബുമിനൂറിയ നോക്കുക എന്നുള്ളത്. കോമൺലി എംപ്ലോയ്ഡ് മെത്തേഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത് ഇമ്മ്യൂണോ ടർബിഡോമെട്രിക് മെത്തേഡ്സ് ആണ്. ഇമ്മ്യൂണോ ടർബിഡോമെട്രിക് മെത്തേഡാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക കോമൺലി എംപ്ലോയ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് യൂറിൻ മൈക്രോ ആൽബുമിൻ എന്ന് പറയുന്നത്. ശരി, പിന്നെ ഇത് കൂടാതെ ഈ ഒരു ടെക്സ്റ്റില്ല നമ്മൾ ഈ സെറം യൂറിയ എസ്റ്റിമേഷൻ, ബ്ലഡ് യൂറിയ നൈട്രജൻ, അങ്ങനത്തെ ഒരു യൂറിയ ക്ലിയറൻസ്, ഇതൊക്കെ ഈ ആർഫ്റ്റിക്കകത്ത് വരുന്നതാണ്. ക്രിയാറ്റിനും ക്ലിയറൻസ് റേറ്റ് ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ RFTക്കകത്ത് വരുന്നതാണ്. പക്ഷേ ഈ ഞാനിപ്പോൾ എടുത്തേക്കുന്ന VHCMLTയുടെ ആ ഒരു ടെക്സ്റ്റിൽ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടില്ല. സോ ആ ഒരു ടോപ്പിക്കും കൂടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറെ നോട്ട് സംഘടിപ്പിച്ച് ഇട്ടുതരാം. ഇനി ഇതിനകത്ത് പറയുന്നത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിനെ കുറിച്ചാണ്. ഓക്കെ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആർ എ ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റ് ഡൺ ടു അസസ് ദ ഫങ്ഷൻ ഓഫ് ലിവർ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത്രയേ ഉള്ളൂ. വിച്ച് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദ പ്രസൻസ്, ടൈപ്സ് ഓഫ് ലിവർ ഡിസീസ് ആൻഡ് ഇറ്റ്സ് പ്രോഗ്രഷൻ. ഓക്കെ അല്ലേ? LFT ഇൻക്ലൂഡ് ഏതൊക്കെയാണ്? നേരത്തെ ഞാൻ കിഡ്നിയുടെ പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ ഇത് കേട്ടോ. എന്ത് ലിവറിൻ്റെ ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്രത്തോളം എന്താ പറയുക അതിൻ്റെ പരിപാടിയൊക്കെ ലിവർ ഡിസീസ് എങ്ങനെയാണ്, അതിൻ്റെ പ്രോഗ്രഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ LFT തന്നെയല്ലേ സജസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് LFTയിൽ വരുന്നത്? സെറം ബിലിറൂബിൻ ടെസ്റ്റ്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനത്തെ. കാരണം എന്ന് പറഞ്ഞാൽ പഠിച്ച് അതിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്. മീൻസ് നമ്മൾ ഈ ഒരു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നമ്മളുടെ നോട്ടിൽ ഇതിൽ കൂടുന്ന അളവ് കുറയുന്ന കണ്ടീഷൻ കുറേ ഉണ്ടായിരുന്നു. ജോണ്ടിസിൻ്റെ ഒരു ടേബിൾ തന്നെ ഉണ്ട്. അതായത് ഈ ബിലിറൂബിൻ കൂടുന്ന കണ്ടീഷനാണല്ലോ, അതൊന്ന് പഠിച്ചെടുക്കാൻ പെടുന്ന പാട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടെക്സ്റ്റിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് എന്തായാലും നമുക്ക് പറഞ്ഞു പോകാം കേട്ടോ. അപ്പം LFTയിൽ ആദ്യം ഓർത്തിരിക്കണം മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ബിലിറൂബിൻ. നമ്മൾ മീൻസ് മഞ്ഞപ്പിത്തം നോക്കില്ലേ നമ്മൾ, എനിക്ക് ഈ ബിലിറൂബിൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഓം ശാന്തി ഓശാനയിൽ നിവിൻ പോളി ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മേനെ അഡ്മിറ്റ് ആകുമ്പോൾ പോയി നോക്കിയിട്ട് ദൈവമേ ബിലിറൂബിൻ 10 എന്ന് ഇവള് ചോദിക്കൂലേ, എന്തായാലും നടിയുടെ പേര് നസ്രിയ. ദൈവമേ ബിലിറൂബിൻ 10 ആ ഒരു അവിടെ ആ ഒരു ഡയലോഗാണ് എനിക്ക് എപ്പോഴും ഓർമ്മ വരിക. പണ്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേ ഈ ബിലിറൂബിൻ എന്ന് കേൾക്കുമ്പോൾ, കാരണം അതിന് മുന്നേ ഇറങ്ങിയതാണ് ഇത്.
ഓം ശാന്തി ഓശാന. അപ്പോൾ ഈ ബിലിറൂബിൻ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആ സീനാണ് ഇന്നും അന്നും ഒക്കെ ഓർമ്മ വരുന്നത്. അപ്പോൾ എന്തായിരുന്നു നിവിൻ പോളിയുടെ അമ്മയ്ക്ക്? മഞ്ഞപ്പിത്തം, ജോണ്ടിസ്. ബിലിറൂബിൻ കൂടുന്ന കണ്ടീഷനാണ് ജോണ്ടിസ്. ഓക്കെ, ആ സിനിമയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിവേ, LFT ഇൻക്ലൂഡ് സെറം ബിലിറൂബിൻ ടെസ്റ്റ്, ടോട്ടൽ പ്രോട്ടീൻ ടെസ്റ്റ്, സെറം ആൽബുമിൻ ടെസ്റ്റ്, ഗ്ലോബുലിൻ ടെസ്റ്റ്, ALT, AST ആൻഡ് ALP. ഓക്കെ, ഇത്രയുമാണ് ഓർത്തിരിക്കണം. കാരണം എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും കൂടെ മിക്സ് ആക്കി തന്നിട്ട് ഇതിൽ ഏതാണ് അത് ഏതാണ് ഇതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ ഇത് LFTയും RFTയും കൂടെ മിക്സ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, RFT മാത്രം ഓർത്തിരുന്നാലും മതി. ഇനി അതല്ല വേറെ എന്തെങ്കിലും ടെസ്റ്റും കൂടി തന്നാലോ, അതുകൊണ്ട് LFTയും പഠിച്ചു വെച്ചേക്കുക. ബിലിറൂബിൻ ഉണ്ട്, ടോട്ടൽ പ്രോട്ടീൻ ടെസ്റ്റ് ഇവിടെയും വരുന്നുണ്ട്, ആൽബുമിൻ ടെസ്റ്റ് ഇവിടെയും വരുന്നുണ്ട്, ഗ്ലോബുലിൻ ടെസ്റ്റ്, ALT, AST ആൻഡ് ALP. ഇതൊക്കെ എൻസൈംസ് ആണ്. The substance formed in the reticuloendothelial system during the degradation of എറിത്രോസൈറ്റ്. അതാണ് ബിലിറൂബിൻ. എന്താണെന്നറിയോ, ഈ പറഞ്ഞ ഒന്നുമില്ല. ഈ ബിലിറൂബിൻ എവിടെ നിന്ന് ഉണ്ടാവുന്നു? എറിത്രോസൈറ്റ് എന്ന് വെച്ചാൽ ആരാ? RBC. അതിൻ്റെ ഡിസ്ട്രക്ഷൻ്റെ ബൈ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിലിറൂബിൻ എന്ന് പറയുന്നത്. In the liver, bilirubin is conjugated with glucuronic acid for solubilization to form conjugated or direct bilirubin for subsequent transport through the bile duct into the digestive tract, where it is metabolized by bacteria to a group of products collectively known as stercobilinogen. ആഹാ, എന്ത് രസമുണ്ട് വായിച്ചു പോകാനല്ലേ. ഒന്നുമില്ല കുഞ്ഞുങ്ങളെ, ഈ ബിലിറൂബിൻ ഉണ്ടായല്ലോ, ഈ ബിലിറൂബിൻ ഉണ്ടാവുന്നത് അൺകോൺജുഗേറ്റഡ് ആണ്. ഇത് കോൺജുഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ പോകും? ലിവറിൽ പോകും. അതായത് ബ്ലഡിൽ RBC ഡിസ്ട്രക്ഷൻ സംഭവിച്ചു, ബിലിറൂബിൻ ഉണ്ടായി, അതിന് കോൺജുഗേഷൻ നടക്കണം. അതായത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനാണ് ഉണ്ടായതെന്ന് പറയും. അതിന് ഒരു എൻസൈമിൻ്റെ പ്രസൻസിൽ എന്തായിട്ട് മാറും? അത് കോൺജുഗേറ്റഡ് ബിലിറൂബിനായിട്ട് മാറും. എവിടെ വെച്ചിട്ട്? ലിവറിൽ വെച്ചിട്ട്. എന്നിട്ട് അവിടെ നിന്ന് ഇതിങ്ങനെ ബൈൽഡക്റ്റ് വഴി ഒഴുകി എങ്ങോട്ട് പോകുമെന്നറിയാമോ? നമ്മുടെ കുടലിലോട്ട് പോകും, അതായത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിലോട്ട് പോകും. അവിടെ ചെന്നിട്ട് ഇതിങ്ങ് നേരെ അങ്ങ് പോയിട്ട് ബാക്ടീരിയൻ്റെ ഒക്കെ ആക്ഷൻ വഴി ഈ സാധനം എന്തായിട്ട് മാറും? സ്റ്റെർക്കോബിലിനോജനായിട്ട് മാറും. ആക്ച്വലി ഇതൊക്കെ ഞങ്ങൾ ഫ്ലോ ചാർട്ട് എഴുതി പഠിച്ച സംഭവമാണ്. ഈ ടെക്സ്റ്റിൽ ഇങ്ങനെ പാരഗ്രാഫായിട്ട് കണ്ടപ്പോൾ ആഹാ നല്ല രസമുണ്ട്. ഓക്കെ, ആ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലുള്ളതുകൊണ്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ഈ ഒരു പാരഗ്രാഫ് ഡീകോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയത്. സോ ഞാൻ ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ വേറെ പുറത്തുനിന്നുള്ള നോട്ടൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഞാൻ അല്ലാതെ ക്ലാസ് എടുത്തെടുത്തൊക്കെ ഈ LFT RFT അല്ലാതെ പറഞ്ഞ് മീൻസ് വേറെ നമ്മൾ നോട്ടൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ഇതിൽ ഈ ഒരു ടെക്സ്റ്റാണ് മിക്കവരും ഫോളോ ചെയ്യുന്നത്. ഞാൻ എനിക്കൊരു മിസ് പറഞ്ഞു തന്നതും ഈ ടെക്സ്റ്റ് ഫോളോ ചെയ്ത് പഠിക്കാനെന്നാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതിലും കൂടുതലായിട്ട് വേറെ ഉണ്ട് ആക്ച്വലി. വേണമെന്നുണ്ട് ജസ്റ്റ് പറഞ്ഞാൽ മതി, നോക്കാം. ഞാൻ ഇപ്പം ഈ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് ആവശ്യമില്ല കേട്ടോ. മറ്റേ ലാബ് ടെക്നോളജിസ്റ്റ് എക്സാമിനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, സോറി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. അപ്പം കാര്യം മനസ്സിലായില്ലേ? ബ്ലഡിന് RBC ഡിസ്ട്രക്റ്റായ ബിലിറൂബിൻ വരുന്നത് അൺകോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേഷൻ നടക്കാൻ വേണ്ടിയിട്ട് അത് ലിവറിലെത്തുന്നു. അവിടെ വെച്ച് കോൺജുഗേഷൻ നടന്ന് ബൈൽഡക്റ്റിലൂടെ ഒഴുകി ഇത് എവിടെ വന്ന് ചേരും? നമ്മുടെ ചെറുകുടലിലോട്ട് എത്തുന്നു. അങ്ങനെ കുടലായിട്ട് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വെച്ചിട്ട് ബാക്ടീരിയൻ്റെ പ്രസൻസിൽ ഇത് എന്തായിട്ട് മാറുന്നുണ്ട്? അവസാനം മെറ്റബോളൈസ്ഡ് ബൈ ബാക്ടീരിയ ടു എ ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ് കളക്റ്റീവ്ലി നോൺ ആസ് സ്റ്റെർക്കോബിലിനോജൻ. ഓക്കെ, total bilirubin is the sum of the conjugated and unconjugated fraction. The yellowish discolorization of skin and mucous membrane due to the increase in bilirubin ആണ് എന്തെന്ന് പറയുന്നത്? ജോണ്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ, ജോണ്ടിസിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞത് കേട്ടോ. യെല്ലോവിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് സ്ക്ലീറ എന്നാണ് ഞങ്ങൾ പഠിച്ചത്. ഇവിടെ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഈസ് കോൾഡ് ജോണ്ടിസ്. ഓക്കെ അല്ലേ? ഇനി പറഞ്ഞ ജോണ്ടിസ് ക്ലാസിഫൈഡ് ഇൻറ്റു 3 ഗ്രൂപ്പ്സ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ടേബിളൊക്കെ ഞാൻ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്നു എന്ന്? യെസ്, ഇതായിരുന്നു. ഹീമോളിറ്റിക് ജോണ്ടിസ് അഥവാ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയും. അതുപോലെ ഹെപ്പാറ്റിക് ജോണ്ടിസ് അഥവാ ഇൻഫെക്ഷ്യസ് ജോണ്ടിസ് എന്ന് പറയും. ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് അഥവാ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയും. ഈ ഓരോ ഘട്ടത്തിലുമുള്ള സാധനങ്ങളിലാണ് ഞങ്ങൾ ടേബിളാക്കി പഠിച്ചതാണ്. പഠിച്ചോനെ ഇവിടെ എന്തായിട്ടുള്ളത് പാരഗ്രാഫ് വൈസ് അവർ കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ്. In this case, the cause of jaundice is at the level of bilirubin processing before it reaches the liver. അതായത് ലിവറിന് എത്തുന്നതിന് മുമ്പേ ഉള്ള പരിപാടിക്ക് പ്രശ്നം വന്നിട്ട്, അതായത് നമ്മൾ പറഞ്ഞില്ലേ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടാവുന്നു. അപ്പോൾ എന്നിട്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് ലിവറിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എത്തുന്നതിന് അവിടെ വന്ന് കോൺജുഗേഷൻ നടക്കുന്നതിന് മുമ്പേ എന്ത് സംഭവിക്കുന്നതാണ്? ജോണ്ടിസ് സംഭവിക്കുന്നതാണ് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ്. പ്രീ ഹെപ്പാറ്റിക് ആ വേർഡ് വെച്ച് നിങ്ങൾ കണക്ട് ചെയ്യുക. മോസ്റ്റ് common cause is overproduction of bilirubin due to hemolytic disorders.
അതായത് നമ്മുടെ ബ്ലഡിൽ RBC ഡിസ്ട്രക്ട് ചെയ്താണല്ലോ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കൂടി സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു ഡിസീസ് ഉണ്ട്, ഹീമോളിറ്റിക് ഡിസീസ് ഉള്ളത് കൊണ്ട് RBC എല്ലാം ഇങ്ങനെ നശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ജോണ്ടിസ്, ബിലിറൂബിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ബിലിറൂബിൻ അടിഞ്ഞു കൂടുന്നു. ഓക്കെ, അത് ലിവറിൽ എത്തുന്നതിന് മുമ്പാണല്ലോ, ആ ഒരു സ്റ്റേജിലാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. In this case, the rise in the level of unconjugated bilirubin is more than conjugated bilirubin. Hence, there is a rise in total and indirect bilirubin. Indirect bilirubin എന്ന് പറഞ്ഞാൽ unconjugated bilirubin ആണ്. അപ്പോൾ indirect bilirubin കൂടുതലായിരിക്കും. കാരണം unconjugated bilirubin ആണല്ലോ ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അതാണല്ലോ കൂടി നിൽക്കുന്നത്. ഓക്കെ, ടോട്ടൽ ആൻഡ് bilirubin അവിടെ കൂടുതലായിരിക്കും. Bile pigments are absent in urine. ടേബിളിൽ അടുത്ത ഓളമാണിത്. ബൈൽ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ആബ്സെൻറ്റ് എങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുക. ബൈൽ പിഗ്മെൻറ്റ് ആർ ആബ്സെൻറ്റ് ഇൻ യൂറിൻ. എവിടെയാണ്? പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ ബൈൽ പിഗ്മെൻറ്റ് ഇല്ല. ഓക്കെ, ആക്ച്വലി ഇതിൻ്റെ ഒരു തിയറി മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈ ടേബിൾ തനിയെ നമുക്ക് കാണാതെ പഠിക്കേണ്ടി വരില്ല. ഇത്രയേ ഉള്ളൂ. സംഭവം എന്താണ്? പ്രീ ഹെപ്പാറ്റിക് ആണ്. ലിവറിൽ എത്തുന്നതിന് മുമ്പേ തന്നെ എന്ത് സംഭവിക്കുകയാണ്? അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക. കാരണം ഹീമോളിറ്റിക് ഡിസ്ട്രക്ഷൻ അതിങ്ങനെ കൂടി RBC എല്ലാം ഇങ്ങനെ നശിച്ച് ബിലിറൂബിൻ ഉണ്ടാവുന്നു. അത് അൺകോൺജുഗേറ്റ് ഇങ്ങനെ കൂടുന്നു. ആക്ച്വലി ഇത് ഹെപ്പാറ്റിക് സ്റ്റേജിലെത്തി ലിവറിൽ വെച്ച് കോൺജുഗേഷൻ ഒക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടല്ലേ ബയോഡക്റ്റ് വഴിയൊക്കെ പോവുള്ളൂ. പിന്നെ അടുത്ത ബൈൽ പ്രോഡക്റ്റ് ആയിട്ടൊക്കെ ഈ പറഞ്ഞ ബൈൽ പിഗ്മെൻ്റ് ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അങ്ങോട്ട് ഒഴുകി എത്തണം എന്നുണ്ടെങ്കിൽ ഇത് ലിവറും ക്രോസ് ചെയ്ത് ഇങ്ങ് വരണ്ടേ. പക്ഷേ ഇത് ഓൾറെഡി ലിവർ ക്രോസ് ചെയ്യുന്നില്ല. ലിവറിന് കുഴപ്പമൊന്നുമില്ല. ആക്ച്വലി ഹെമോളിറ്റിക് ഡിസീസ് കാരണം അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഉണ്ടാവുന്നത് കൊണ്ട്, അടിഞ്ഞു കൂടുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ജോണ്ടിസ് ആണ്. അപ്പോൾ അവിടെ എന്തില്ല? ബൈൽ പിഗ്മെൻ്റ് ഇല്ല. ഓക്കെ അല്ലേ? കഴിഞ്ഞു. യെസ്. Total bilirubin is elevated in condition causing obstruction of the bile duct, hepatitis, cirrhosis in hemolytic disorders and several inherited enzyme deficiencies. Okay. ആക്ച്വലി നമ്മുടെ ഈ ടെക്സ്റ്റിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്നും വേണ്ട. ജസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസും പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസും കൂടി ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്നെ ശ്രദ്ധിച്ചിരുന്നു. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, യെസ്. ഓക്കെ, ഞാനത് ആക്ച്വലി മൊത്തം വായിച്ചു നോക്കിയില്ല. ഞാനങ്ങ് നിങ്ങളുടെ കൂടെ തന്നെയാണ് ഞാനും നോക്കുന്നത്. അത് കാരണം ഇതിലില്ല, ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അടുത്തത് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ സെല്ലുലാർ ഡിസ്ഫങ്ഷൻ ഓഫ് ദ ലിവർ. ഹെൻസ് ഈസ് ഓൾസോ കാൾഡ് ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ്. അതായത് നേരത്തെ പറഞ്ഞില്ലേ, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ അവിടെ ഉണ്ടാകുന്നു, അത് ലിവറിലേക്ക് എത്തുന്നു കോൺജുഗേഷൻ നടക്കാൻ വേണ്ടി. പക്ഷേ ലിവറിൻ്റെ സെല്ലിന് ഡാമേജ് ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫംഗ്ഷൻ മര്യാദയ്ക്ക് നടക്കൂല. ഓക്കെ, അപ്പോഴും ഈ ഇപ്പുറത്തെ സൈഡിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അപ്പം എന്താ സംഭവിക്കുന്നത്? സെല്ലുലാർ അതായത് ഹെപ്പാറ്റിക് ജോണ്ടിസ് ഈസ് കോസ്ഡ് ബൈ ദ സെല്ലുലാർ ഡിസ്ഫങ്ഷൻ ഓഫ് ദ ലിവർ. ഹെൻസ് ഈസ് ഓൾസോ കാൾഡ് ആസ് ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ്. It is caused by the inability of the liver cells to process and excrete the bilirubin in the system. It is seen in hepatitis, cirrhosis of liver, etc. In this jaundice, there is a rise in total direct as well as indirect bilirubin levels. എല്ലാം ഒന്ന് കൂടും. അതായത് കോൺജുഗേഷൻ ചിലപ്പോൾ നടക്കാം, ചിലപ്പോൾ നടക്കാതിരിക്കാം. എന്തായാലും ഹെപ്പാറ്റിക് സെൽസിന് ഉണ്ടാകുന്ന പ്രശ്നം കാരണം ഉണ്ടാകുന്ന ജോണ്ടിസ് ആണല്ലോ ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ്. അവിടെ രണ്ടും ഉണ്ടാവാം. അതായത് കുറേശ്ശെ ആണെങ്കിലും എന്ത് സംഭവിക്കും? കോൺജുഗേഷനും നടക്കും, ചിലപ്പോൾ നടക്കാതിരിക്കാം, എന്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് എടുത്ത് ഹെപ്പറ്റോസെല്ലുലാർ ജോണ്ടിസ് നോക്കുമ്പം ഇത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യാം. രണ്ട് ടൈപ്പ് ബിലിറൂബിനും അവിടെ ഉണ്ടാവും. ഓക്കെ, ലിവർ സെൽസിൻ്റെ ഡാമേജ് കാരണമാണല്ലോ. Okay, then post-hepatic jaundice ഉണ്ട്. This is also known as obstructive jaundice as it is caused by obstruction to the outflow of bile, resulting is reabsorption of conjugated bilirubin and it making an appearance in the serum. അതായത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ്റെ അളവായിരിക്കും അവിടെ കൂടുതൽ. ആ ഒഴുകിപ്പോകുന്ന ബയോഡക്റ്റിനുള്ള കുഴപ്പം കാരണം ഉണ്ടാകുന്നതാണ് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഇറ്റ് കോസ്ഡ് ബൈ കാർസിനോമ ഓഫ് ദ മൗത്ത് ഓഫ് ഗൾ ബ്ലാഡർ, സ്റ്റോൺ ഇൻ ദ ബൈൽ ഡക്റ്റ് എക്സെട്ര. അങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെയാണ് ഈ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ജോണ്ടിസ് വി സി എ റൈസ് ഇൻ ടോട്ടൽ ആസ് വെൽ ആസ് ഡയറക്റ്റ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആയിരിക്കും കൂടുതൽ. അതായത് ഹെപ്പാറ്റിക് സ്റ്റേജ് കഴിഞ്ഞു, കോൺജുഗേഷൻ നടന്നു, നല്ല രീതിക്ക് കോൺജുഗേറ്റഡ് ബിലിറൂബിനൊക്കെ ഉണ്ടായി. പക്ഷേ അതിനെടുത്തുകൊണ്ട് പോകാൻ ആർക്ക് പറ്റണില്ല? ബയോഡക്റ്റിന് പറ്റണില്ല. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ എന്തായിരിക്കും? ടോട്ടൽ ബിലിറൂബിനും കൂടും, കോൺജുഗേറ്റഡ് ബിലിറൂബിനും കൂടും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്
ഈ ടെക്സ്റ്റിലില്ല, പക്ഷേ എൻ്റെ കയ്യിലുള്ള എൻ്റെ നോട്ട് വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ടെക്സ്റ്റിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, എനിവേ ടെക്സ്റ്റുള്ളത് നമുക്ക് നോക്കിപ്പോവാം. എന്തായിരുന്നു നമ്മൾ പറഞ്ഞ ഒന്നും കൂടി ഞാൻ ആ ഒരു പോർഷൻ പറയാമേ. നമ്മൾ ആദ്യം പറഞ്ഞത് ജോണ്ടിസിൻ്റെ ഡെഫിനിഷനാണ്. യെസ്, increase in bilirubin causes yellowish discolorization of skin and mucous membrane and is called jaundice. Okay, jaundice is classified into 3 groups: hemolytic അഥവാ pre-hepatic jaundice, infectious അഥവാ hepatic and obstructive post-hepatic jaundice. ഇതെന്തുവാണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. കേട്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇഗ്നോർ ചെയ്തേക്കുക, വിട്ടേക്കുക. കാരണം ഈ ടെക്സ്റ്റിൽ അതില്ലല്ലോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട്. Pre-hepatic disease such as hemolytic disease or liver disease resulting in impaired entry, transport or conjugation within the liver causes elevation of unconjugated bilirubin. Total bilirubin is elevated in condition causing obstruction of the bile duct, hepatitis, cirrhosis in hemolytic disorders and several inherited enzyme deficiencies. കാര്യമൊന്നുമില്ല, ഇങ്ങനെ കൂടാം കുറയാം എന്നൊക്കെ പറഞ്ഞതാണ്. Based on the reaction of bilirubin with diacetized sulfanic acid, വാൻഡൻബർഗ് റിയാക്ഷൻ ആണ്. എൻ്റെ ഈ ചാനലിൽ ഞാനത് ചെയ്തിട്ടിട്ടുണ്ട് നേരത്തെ. എൻ്റെ ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു വാൻഡൻബർഗ് റിയാക്ഷനെ കുറിച്ച് ചുമ്മാ ഒരു ഷോർട്ട് എടുത്തിട്ടതാണ്, ഷോർട്ട് വീഡിയോ ആണ്, അത് നിങ്ങൾ നോക്കിയേക്കാം. ഓക്കെ, വാൻഡൻബർഗ് റിയാക്ഷൻ, ഡിഫറെൻറ്റ് ബിലിറൂബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആർ അവൈലബിൾ. ഓക്കെ, അതുകൊണ്ട് ഓക്കെ ബേസ്ഡ് ഓൺ റിയാക്ഷൻ ഓഫ് ബിലിറൂബിൻ വിത്ത് ഡയോസിറ്റൈസ്ഡ് സൾഫാനിലിക് ആസിഡ്, അതാണ് വാൻഡൻബർഗ് റിയാക്ഷൻ. അതുകൊണ്ട് ആ ഒരു മെത്തേഡ് ഉണ്ട്. പിന്നെ ഡിഫറെൻറ്റ് ബിലിറൂബിൻ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആർ അവൈലബിൾ. Malloy-Evelyn method is the commonly employed method used for bilirubin determination. ചോദിക്കാറുണ്ട് കേട്ടോ, Malloy-Evelyn method. നോർമൽ സെറം ബിലിറൂബിൻ ടോട്ടൽ എന്ന് പറയുന്നത് 0.2 to 1 milligram percentage ആണ്. ഡയറക്റ്റ് ബിലിറൂബിൻ വാല്യൂ ലെസ് ദാൻ 0.5 milligram percentage. ടോട്ടൽ ബിലിറൂബിൻ എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള ബിലിറൂബിൻ്റെ അളവ്. ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് വെച്ചാൽ ഞാൻ പറയില്ലേ, ആ ലിവറിൽ വന്നിട്ട് കോൺജുഗേഷൻ നടന്നുണ്ടാവുന്ന ആ ഒരു കോൺജുഗേറ്റ് ബിലിറൂബിൻ, അതിൻ്റെ അളവെന്ന് പറയുന്നത് 0.5 milligram percentage ആയിരിക്കും. ടോട്ടൽ പറയുമ്പോൾ 0.2 to 1 ആണ്, മില്ലിഗ്രാം പെർസെൻറ്റേജ് ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പം കോൺജുഗേറ്റഡും ഉണ്ട്, അൺകോൺജുഗേറ്റഡ് സെലം ബിലിറൂബിൻ ഉണ്ട്. അതിൽ ടോട്ടൽ വരുന്നത് 0.2 to 1% ആണ്. കോൺജുഗേറ്റഡിൻ്റെ അഥവാ ഡയറക്റ്റ് വരുന്നതെന്ന് പറയുന്നത് ലെസ് ദാൻ 0.5 milligram percentage ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, serum contains a large variety of protein. Albumin and the various globulin constitute the bulk of the total amount of protein present in serum. നോർമൽ സെറം ടോട്ടൽ പ്രോട്ടീൻ കോൺസെൻട്രേഷൻ 6 to 8 gram percentage. മില്ലിഗ്രാം അല്ലേ, gram percentage ആണ് ടോട്ടൽ സെറം പ്രോട്ടീൻ എന്ന് പറയുന്നത്. 6 to 8 gram percentage ആണ്, 6 to 8 gram percentage. The values are lower in neonates, rise gradually in infancy and reach the adult level in each childhood. The level decreases in pregnancy. പ്രോട്ടീൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. യെസ്, an increase in serum total protein occurs in dehydration due to either hemo concentration. An increase may also occur in multiple myeloma, chronic infections, chronic liver disease and autoimmune disease. ഇതൊക്കെ വായിച്ചു വിട്ടാൽ മതി, കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ സെറം ടോട്ടൽ പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്യുന്നത് എവിടെയൊക്കെ എന്നുള്ള ഏതൊക്കെ കണ്ടീഷൻ ആണെന്നുള്ളതാണ്, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അങ്ങനെ എടുത്ത് ചോദിക്കാൻ സാധ്യതയൊന്നുമില്ല. ഓക്കെ, ഡീഹൈഡ്രേഷൻ വരാം, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ മൈലോമ, ക്രോണിക് ഇൻഫെക്ഷൻ, ക്രോണിക് ലിവർ ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതിലൊക്കെ ഓൾസോ ഇൻക്രീസ്. എ ഡിക്രീസ് ഇൻ സെറം ടോട്ടൽ പ്രോട്ടീൻ മേ റിസൾട്ട് ഫ്രം ഹെവി ലോസസ് ഓഫ് പ്രോട്ടീൻ ഇൻ യൂറിൻ ആസ് ഇൻ നെഫ്രോട്ടിക് സിൻഡ്രം. ഓക്കെ, നെഫ്രോട്ടിക് സിൻഡ്രത്തിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കുറയും, കാരണം ഉള്ള പ്രോട്ടീൻ എല്ലാം യൂറിൻ വഴി പോവല്ലേ. എ ഡിക്രീസ് മേ ഓൾസോ ഒക്കർ ഇൻ പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ ആൻഡ് ഇൻ ഷോക്ക്, ബേൺ, ഹെമറേജ് എക്സെട്ര ഡ്യൂ ടു ഹീമോഡൈല്യൂഷൻ. Increased breakdown of protein as in hyperthyroidism, untreated diabetes mellitus, etc. may also lower the level of protein in serum. The most widely used method of total protein is still the biuret method. The name derives from the reaction between biuret and cupric ions in the alkaline medium. That's biuret reaction. Reaction between biuret and cupric ions in an alkaline medium. Biuret method related to protein estimation. Albumin comprises about 50% of the total protein concentration. Normal serum albumin concentration is 3.5 to 4.9 gram percentage. Albumin normal level 3.5 to 4.9 to 5 gram percentage. Different method of albumin estimation include salting out dye binding techniques. Dye binding method ആണ് BCG method. ഓർത്തിരിക്കണം. എന്താണ് ആൽബുമിൻ എസ്റ്റിമേഷൻ ഉപയോഗിക്കുന്നത് കോമൺ മെത്തേഡ് ആണ് BCG. ബ്രോമോക്രസോൾ ഗ്രീൻ ആണെന്നാണ് അതിൻ്റെ ഒരു ഓർമ്മ. BCG method is commonly employed for the albumin estimation.
ഇനി ഗ്ലോബുലിൻ ആണെങ്കിലോ എസ്റ്റിമേറ്റഡ് ബൈ സബ്സ്ട്രാക്റ്റിംഗ് ആൽബുമിൻ വാല്യൂ ഫ്രം ടോട്ടൽ പ്രോട്ടീൻ വാല്യൂ. ടോട്ടൽ പ്രോട്ടീൻ വാല്യൂ നോക്കും, ആൽബുമിൻ്റെ വാല്യൂ നോക്കും, അതിൽ നിന്ന് ഇത് ടോട്ടൽ പ്രോട്ടീൻ ആൽബുമിൻ്റെ വാല്യൂ കുറച്ച് ബാക്കി ഗ്ലോബുലിനായി. നോർമൽ സെറം ഗ്ലോബുലിൻ കോൺസെൻട്രേഷൻ 2 to 3.5%. 2 to 3.5 ഗ്ലോബുലിനാണ്, 3.5 to 4.9 ആൽബുമിനാണ്. ഓർത്തിരിക്കുക, ഗ്രാം പെർസെൻറ്റേജ് ആണ് ഓർത്തിരിക്കുക. ദി നോർമൽ ആൽബുമിൻ ബാർ ഗ്ലോബുലിൻ, അതായത് ആൽബുമിൻ ടു ഗ്ലോബുലിൻ റേഷ്യോ എന്ന് പറയുന്നത് 2.1 ആണ്. AG റേഷ്യോ ഓർത്തിരിക്കണം, എത്രയാണ്? 2:1. 2.1 എന്ന 2:1 ആണ്. The AG ratio may be used as an indicator of liver disease. It may be decreased or reversed in response to a low albumin or to elevated globulin seen in liver disease. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. AG ratio ഉണ്ടല്ലോ, may be used as an indicator of liver disease. It may be decreased or reversed in response to a low albumin or elevated globulin seen in liver disease. അതായത് താഴെയുള്ളത് എന്താണ്? ഗ്ലോബുലിനാണ്. അതിൻ്റെ എലിവേറ്റഡ് ലെവലിലോ അല്ലെങ്കിൽ എന്താ പറയുക, ആൽബുമിൻ്റെ ലോ ലെവലിലും ഒക്കെ എന്തായിരിക്കും? ഈ AG റേഷ്യോ കുറവായിരിക്കും. ഓക്കെ. ആസ് എ സെൻറ്റർ ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റി, ലിവർ ഈസ് റിച്ച് ഇൻ വേരിയസ് എൻസൈംസ് സച്ച് ആസ് ട്രാൻസമിനേസസ് ആൻഡ് ഫോസ്ഫറ്റേസസ്. അറിയാലോ, ലിവറിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഇൻ ലിവർ ഡിസീസ്, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ലിവർ സെൽസ് കോസ് ദ റിലീസ് ഓഫ് ദീസ് എൻസൈംസ് വിത്ത് കോൺസിക്വൻറ്റ് റൈസ് ഇൻ ദെയർ വാല്യൂസ് ഇൻ ബ്ലഡ്. അതായത് ലിവറിന് എന്തെങ്കിലും പറ്റിയാൽ ഈ എൻസൈം റിലീസ് ആവുന്നു, ബ്ലഡിൽ ഇതിൻ്റെ അളവ് കൂടുന്നു. സെറം ലെവൽസ് ഓഫ് AST അഥവാ SGOT എന്ന് പറയും, അതുപോലെ ALT അലാനിൻ ട്രാൻസാമിനേസസ് അല്ലെങ്കിൽ SGPT എന്ന് പറയും. പേരുകൾ മാറിപ്പോവരുത് കേട്ടോ, എന്തെങ്കിലും ഒരു കോഡിട്ട് പഠിച്ചു വെച്ചോ. AST ആണ് SGOT, ALT ആണ് SGPT. ഇതിപ്പോൾ എന്ത് കോഡാണ് ഉപയോഗിക്കുക? Oയ്ക്കും Pയ്ക്കും വേണ്ടി മാത്രം നിങ്ങളൊരു കോഡ് കണ്ടുപിടിക്കണം. ബാക്കി എസും Gയും Tയും രണ്ടിടത്തും ഉണ്ട്. AST ആണ് SGOT, ALT ആണ് SGPT. LP അത് വെച്ച് കിട്ടുമല്ലോ. ALP അതായത് SGPT എന്ന് പറഞ്ഞാൽ ALP ആണ്, അതായത് അലാനിൻ ട്രാൻസാമിനേസസ് ആണ്. ഓക്കെ, അസ്പാർട്ടേറ്റ് അല്ല. ഓക്കെ, അത് വെച്ച് പിടിച്ചോ. LP അതായത് ALTയുടെ Lഉം SGPTയിലെ Pയും LP. ഓക്കെ, ALT ആണ് SGPT. അതുപോലെ തന്നെ ആൻഡ് ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ALP ഇതൊക്കെയാണ് ആർ ഇൻക്രീസ്ഡ് ഇൻ ലിവർ ഡിസീസ് ഡ്യൂ ടു ഡാമേജ് ടു ഹെപ്പാറ്റിക് സെൽസ് ഓർ ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ എക്സ്ക്രീഷൻ ഓഫ് ബൈൽ. ബൈലിൻ്റെ എക്സ്ക്രീഷന് തടസ്സം സംഭവിച്ചാലോ അല്ലെങ്കിൽ ലിവർ സെല്ലിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാലോ ഞാൻ ഈ ചുമ്മാ പറഞ്ഞ എൻസൈംസ് എല്ലാം എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. മെയിനായിട്ട് ആര്? ALP. ഓക്കെ, ദ ALT വാല്യൂ ഈസ് ഹയർ ദാൻ AST ഇൻ ലിവർ ഡിസീസ്. Detection technique of transaminases include various colorimetric, spectrophotometric, chemiluminescence and fluorescence technique. പറഞ്ഞ സൂപ്പർ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അളവൊക്കെ നോക്കുന്നത്. നോർമൽ വാല്യൂ ഈസ് 5 to 40 യൂണിറ്റ്സ് ആണ് എന്ത് പറയുന്നത് പെർ ലിറ്റർ. ഫോർ AST 5 to 35 ആണ്, അതായത് 5 കുറവാണ് ALTക്ക്. AST ആണ് കൂടുതൽ കേട്ടോ. ദെൻ 20 to 140 ആണ് ALP വരുന്നത്, പഠിച്ചു വെക്കണം. 20 to 140 ALP. Then 5 to 35 units per liter ALT. 5 to 40 AST. 20 to 140 ALP. ഓക്കെ, അങ്ങനെ തന്നെ പഠിച്ചു പോയിക്കോട്ടാ. 5 to 40 AST. ALT ആകുമ്പോഴത്തേക്ക് 5 to 35. ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞു ALT വാല്യൂ ഇസ് ഹയർ ദാൻ AST ഇൻ ലിവർ ഡിസീസ്. ലിവർ ഡിസീസ് വരുന്ന സമയത്ത് ALTയുടെ വാല്യൂ ആയിരിക്കും കൂടുതൽ. പക്ഷേ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ALT 5 to 35 കുറവാണ്. 5 to 40 AST. 40 അല്ല, 20 to 140 ALP. 20 to 140 ALP മറന്നു പോകരുത്. അപ്പം ഇത്രയാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പറയാനുള്ളത്. 5 to 35 യൂണിറ്റ്സ് പെർ ലിറ്റർ ഏതായിരുന്നു? ALT. നോർമൽ വാല്യൂ ALT കുറവാണ്, പക്ഷെ ലിവർ ഡിസീസിലായിരിക്കും ALT കൂടുന്നത്. 5 to 35 ALT. 5 to 35 ALT. 5 to 40 AST. 20 to 140 ALP. ഓർത്തിരിക്കാം. സോ ലിപ്പിഡ് പ്രൊഫൈൽ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ ഗൈസ്, ബൈ, താങ്ക് യു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാനുള്ളവരൊക്കെ ചെയ്യണേ, കമൻറ്റ് ചെയ്തോളൂ. വേറെ എന്തെങ്കിലും എക്സ്ട്രാ നോട്ടൊക്കെ വേണം, ഒരിത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊതുവെ എനിക്ക് കമൻ്റ് ഒന്നും വരാറില്ല, സ്ഥിരമായിട്ട് കേൾക്കുന്നവരുണ്ടോയെന്ന് തന്നെ എനിക്കറിയാൻ പാടില്ല. ഉണ്ടെങ്കിൽ താങ്ക് യു, നല്ല കാര്യം. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ കേൾക്കുക. യെസ്, ഓൾ ദ ബെസ്റ്റ് ഗൈസ്, താങ്ക് യു.